24 chairman Alingal Mohammed has announced that he has initiated steps to file a ₹100 crore defamation suit against the Malayalam channel Reporter TV and an individual named Abdusalam. He accused them of misleading the public through fake news and filing a false complaint. Alingal Mohammed stated that the information released against him by Reporter TV pertains to a case registered based on a fabricated complaint filed by Abdusalam. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടി വി വെളിപ്പെടുത്തിയ ഒരു ന്യൂസ് കേൾക്കാൻ ഇടയായി. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. ഏതായാലും ഞാൻ ഈ ന്യൂസിൽ ഇത് പറയാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്തത് എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അതിന് വേണ്ട നടപടികളുമായിട്ട് അബ്ദുസലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്, എന്നായിട്ട് ഇടപാടുള്ള ആളുകളുണ്ട്, എൻ്റെ കുടുംബമിത്രാദികളുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഇത് കേട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ 62 വയസ്സിനുള്ളിൽ ഇത്രയും കാലം ഇങ്ങനെ നമ്മൾ ആരോടും ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേ ആരെങ്കിലും മറ്റുള്ള രീതിയിൽ പറ്റിക്കുകയോ ചെയ്തൊരു ചരിത്രം പറയാനില്ല. അത് തികച്ചും നല്ല ബോധത്തോടെ തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ഈ കാര്യത്തിലൊട്ടും വിഷമിക്കേണ്ട. ഇതിനെ എങ്ങനെ നേരിടണം നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മളതിനെ നേരിടും എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. Abdusalam, who filed the complaint, has not yet produced the documents requested by the police. Investigators also inspected the hotel where Abdusalam claimed he was assaulted. Due to lack of evidence, the police have not yet submitted a charge sheet in this case. The alleged fake complaint surfaced after 24 News exposed a ₹100 crore BARC TV rating scam involving Reporter TV owner Ando Agustin and a Mumbai-based BARC employee. Ando Agustin has been named as the second accused in the case registered by the Kerala police.